പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് അത് സങ്കീർത്തന പുസ്തകം 68-ാമത്തെ അധ്യായത്തിലെ 20-ാമത്തെ തിരുവചനമാണ്. അവിടെ വചനം വെളിപ്പെടുന്നത് ഇങ്ങനെയാണ്: നമ്മുടെ ദൈവം രക്ഷയുടെ ദൈവമാണ്. ചിലപ്പോഴൊക്കെ നമുക്ക് ഒരു ഫീൽ ഉണ്ടാവും, ദൈവം ആരും ഞങ്ങളെ സഹായിക്കാനില്ലല്ലോ, ആരും ഞങ്ങളെ രക്ഷിക്കാനില്ലല്ലോ, ദൈവമേ ഞാൻ വല്ലാതെ ഒറ്റപ്പെട്ടു പോയി എന്നൊക്കെ ഒരു ചിന്ത വരാറില്ലേ? പ്രിയ സഹോദരങ്ങളെ, അങ്ങനെ നമുക്ക് തോന്നുന്ന സമയങ്ങളൊക്കെ നമ്മൾ ചെയ്യേണ്ടത്, എൻ്റെ ജീവിതത്തിൽ ഞാനൊരു പുരോഹിതനാണ്. ഞാൻ ഏതാണ്ട് 18 വർഷമായി എനിക്ക് പട്ടം കിട്ടിയിട്ട്. ഞാൻ ശരിക്കും അങ്ങനെ വളരെയധികം ഒറ്റപ്പെട്ടു പോയി എന്നൊക്കെ തോന്നൽ വരുമ്പോൾ ദിവികാരുണ്യ സന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കും. എൻ്റെ വലിയൊരു ആത്മീയ സുഹൃത്തായ ബഹുമാനപ്പെട്ട ടിജോ മുള്ളക്കരച്ചൻ, അച്ഛൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുള്ള ഒരു പ്രത്യേകതയാണ്, 1 hour എന്നാണ് അച്ഛൻ പറയുക. ഞാൻ ഇടയ്ക്ക് ചോദിക്കും അച്ഛനോട്, അച്ഛൻ ഇന്ന് 1 hour ചെയ്തോ? അച്ഛൻ പ്രഭാതത്തിൽ എഴുന്നേറ്റ് ഈ കഴിഞ്ഞ ദിവസം മുല്ലശ്ശേരി പള്ളി പെരുന്നാളായിരുന്നു. അപ്പം ഞാൻ എന്തായാലും അന്ന് ചെയ്യാൻ സാധ്യതയില്ല, കാരണം പെരുന്നാൾ ദിവസങ്ങളിലൊന്നും 1 hour നടക്കില്ലല്ലോ. പക്ഷേ അച്ഛൻ പറയായിരുന്നു, കാലത്ത് തന്നെ എഴുന്നേറ്റ് പരിശുദ്ധ കുർബാന 1 മണിക്കൂർ ദിവികാരുണ്യ സന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ചു. പ്രിയ സഹോദരങ്ങളെ, എൻ്റെ ജീവിതത്തിൽ അത് എനിക്ക് ഭയങ്കരമായിട്ട് തോന്നിയിട്ടുണ്ട്. ചില സമയത്തൊക്കെ ഭയങ്കരമായി ഒറ്റപ്പെടലും, ആരും സഹായിക്കാനില്ലല്ലോ കർത്താവ് എന്ന ചിന്ത വരുന്ന സമയത്തൊക്കെ ഈ നമ്മുടെ ദൈവം രക്ഷയുടെ ദൈവമാണ് എന്ന ഒരു അനുഭവം എനിക്ക് ലഭിച്ചിട്ടുള്ളത്. പലപ്പോഴും പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ ഒരു അഭിഷേകം കിട്ടും. ആദ്യമായിട്ടാണ് അവിടെ കാറിലിരിക്കുന്നത്, കാരണം ബാംഗ്ലൂർ വരെ അപ്പം ഇച്ചിരി ലേറ്റ് ആയിട്ടുണ്ടെന്ന് ഇറങ്ങുമ്പോൾ. അപ്പോൾ നമ്മുടെ കൂടെയുള്ള സുഹൃത്ത് ശക്തമായ രീതിയിൽ വണ്ടി ഓടിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ബാക്ക് സീറ്റിൽ ഇരുന്നിട്ടാണ്. ക്ലിയർ ആവേണ്ടാണോ ആവോ? പ്രൈസ് ദ ലോർഡ്. ഈശോ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അപ്പോൾ വചനം മറക്കരുത്, നമ്മുടെ ദൈവം രക്ഷയുടെ ദൈവമാണ്. പ്രൈസ് ദ ലോർഡ്.